ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ശ്രീസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഓർഡർ ചെയ്യാൻ നോക്കി, പക്ഷെ ഒരു തരത്തിലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. നല്ല കത്തി വിലയാണ് ഈ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും. എന്നാൽ പിന്നെ അടുത്തുള്ളൊരു ബിരിയാണി ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെന്നൈയിലെ അണ്ണാ നഗറിലെ മണീസ് ദം ബിരിയാണിയിലോട്ടാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. കറക്റ്റ് 10:40 ആകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും. നമ്മളവിടെ എത്തിയപ്പോൾ കറക്റ്റ് 10 മണിയായി. അധികം സമയമില്ല. എന്തായാലും അവിടുത്തെ റിവ്യൂസ് ഒക്കെ നല്ലതായിരുന്നു. ബിരിയാണിക്ക് മാത്രമായിട്ടൊരു എക്സ്ക്ലൂസീവ് ഷോപ്പാണ് കേട്ടോ ഇത്. അങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഷോറൂമാണ്. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ബിരിയാണിയുടെ ഒരുപാട് വെറൈറ്റി ഓഫ് ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അഫോർഡബിളുമാണ്. നമുക്കപ്പോൾ ഇഷ്ടമുള്ള ബിരിയാണി ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തത് കബാബ് ബിരിയാണിയാണ്. ഇത് കുറച്ച് സ്പൈസി ആയിരുന്നു. പിന്നെ ബോൺലെസ് ബിരിയാണി കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൈസി കുറവായിട്ടുള്ള ബോൺലെസ് ബിരിയാണി കൂടി വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. നമുക്ക് ആ ഒരു സ്പൈസി ബിരിയാണി കഴിച്ചിട്ട് തന്നെ ഒരുപാട് കാലമായിട്ടോ. അപ്പോൾ ഇത് നല്ല സ്പൈസി ഉള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത് പ്ലേറ്റ് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങിയാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവർ കട പൂട്ടി തുടങ്ങിയായിരുന്നു. എന്നാൽ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ചെന്നൈയിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഓർഡർ ചെയ്യുവാണെങ്കിൽ എത്ര രൂപയാണ്? നമുക്കൊരു 2 വാങ്ങിക്കുമ്പോൾ 500 കൂടുതലാവത്തില്ലേ? ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ കട പൂട്ടി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഡെസേർട്ട് വാങ്ങിച്ചത് പുറത്തുനിന്നാണ് കേട്ടോ. ഇനി ഇത് സ്ഥിരമുള്ള പരിപാടിയാണോ എന്ന് അറിയത്തില്ല. കാരണം നമുക്ക് പുറത്തുനിന്ന് രണ്ടാമത് ഡെസേർട്ട് വാങ്ങിക്കാതെ ഒരു സ്വസ്ഥതയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 11 മണിയൊക്കെ ആകുമ്പോഴാട്ടോ തിരിച്ച് വീട്ടിലെത്തിയത്. അങ്ങനെ കൈ നിറയെ ഐസ്ക്രീമുമായി നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഇതിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഫ്രം ശ്രീ.